Hi kids and welcome back to my channel. Kids finally 2025 നേവി SSR ആൻഡ് MR എക്സാം എഴുതിയ കുട്ടികളുടെ ഫൈനൽ ഇൻടേക്കിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ 2025-ലായിരുന്നു. 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 3 ഇൻടേക്കിനെ കൂടി ഒരുമിച്ചായിരുന്നു വന്നത്. ആദ്യത്തെ റിസൾട്ട് വന്നപ്പോൾ തന്നെ നേവി വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഇൻടേക്കിലേക്ക് നിങ്ങൾക്ക് സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച്. അതായത് ഫസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ തന്നെ അതിനകത്ത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു 01/2025 അല്ലെങ്കിൽ 01/2026 എല്ലാ കാര്യങ്ങളും. ഈ തവണ ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നത് 02/2026 ഇൻടേക്കിൻ്റെയാണ്. എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഫുൾ കാണുക. എക്സാം എഴുതിയ കുട്ടികളാണെങ്കിലും നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് തിരഞ്ഞെടുക്കുന്ന കുട്ടികളാണെങ്കിലും തീർച്ചയായിട്ടും കണ്ടിരിക്കണം. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്നാണ് ഈ ഒരു റിസൾട്ട് ഔട്ടായിരിക്കുന്നത്. റിസൾട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ആഡ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നോക്കൂ കുട്ടികളെ, ക്ലിക്ക് ഹിയർ ടു സി 02/2026 ബാച്ച് റിസൾട്ട് ന്യൂ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. വേറൊരു കാര്യം പറയാനുള്ളത്, നോക്കൂ കുട്ടികളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 3 ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു വന്നത്. 02/2025 ഈ ഒരു കുട്ടികൾ ആൾറെഡി ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്ന കുട്ടികൾ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. ഈ ഒരു ഇൻടേക്കിലേക്കുള്ള കുട്ടികളും ആൾറെഡി പോയിരിക്കുകയാണ്. നെക്സ്റ്റ് ഇൻടേക്ക് ഏതാണ്? 02/2026 ആണ്. ഈ ഒരു ഇൻടേക്കിൻ്റെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2025 ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ അതിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏതൊക്കെ ഇൻടേക്കിൻ്റെ സ്റ്റേജ് 2 എലിജിബിൾ ആയിട്ടുണ്ടെന്ന്. എങ്ങനെയായിരുന്നു മെൻഷൻ ചെയ്തിരുന്നത്? ഇങ്ങനെയായിരുന്നു 02/2025, അതേപോലെ തന്നെ 01/2026, പിന്നെ 02/2026 എന്ന് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ രീതിയിൽ നിങ്ങൾ ഏതൊക്കെ ഇൻടേക്കിലേക്ക് എലിജിബിൾ ആണെന്ന്. എന്നാൽ ചില കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഈ 2 ഇൻടേക്കിലേക്ക് മാത്രമായിരുന്നു എലിജിബിൾ ആയിട്ടുള്ളത്. അങ്ങനെയുള്ള കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? ഈ തവണത്തെ ഈ ഒരു റിസൾട്ട് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം കട്ട് ഓഫ് അവർ കുറച്ചിട്ടുണ്ട്. നിങ്ങൾ കൂടി ചാൻസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെക്ക് ചെയ്തതിനു ശേഷം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് പറയുക എനിക്ക് കൂടി സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. 2026 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 2 ഇൻടേക്കിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് 2026 വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് കട്ട് ഓഫിൻ്റെ ഒരു അപ്ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് കുട്ടികളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും എന്താണ് ചെയ്യേണ്ടത്? ഇതേ രീതിയിൽ ആദ്യത്തെ 2 ഇൻടേക്കിലേക്ക് മാത്രമേ സെലക്ഷൻ കിട്ടിയുള്ളൂ. ലാസ്റ്റ് ഇൻടേക്കിൽ സെലക്ഷൻ കിട്ടിയില്ല. ചെക്ക് ചെയ്തപ്പോൾ നിങ്ങളുടെ നെയിം ലിസ്റ്റിലുണ്ട് എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കോൺടാക്ട് ചെയ്യുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുമായിട്ട് ആ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി അറിയേണ്ട നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. നോക്കൂ കുട്ടികളെ, ഇന്ത്യൻ നേവിയുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേജ് 1 റിട്ടേൺ എക്സാം എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. നിങ്ങളുടെ ഫുൾ ഗെയിം ഇരിക്കുന്നത്, അതായത് നിങ്ങളുടെ സെലക്ഷൻ ടോട്ടലി ഡിസൈഡ് ചെയ്യുന്നത് സ്റ്റേജ് 2 നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതനുസരിച്ചിരിക്കും. നിങ്ങളുടെ സ്റ്റേജ് 2 സ്റ്റാർട്ടാകാൻ ഇനി 1 മന്ത് ഉണ്ട്. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, നിങ്ങൾക്കിപ്പോൾ ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് കോൾ അപ്പ് ലെറ്റർ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് നിങ്ങളുടെ സ്റ്റേജ് 2 ഫോർ അഗ്നിവീർ 02/2026 ഇൻടേക്ക് എപ്പോഴാണ്? മെയ്യിലാണ്. മനസ്സിലായി? മെയ്യിലാണ് നിങ്ങളുടെ സ്റ്റാർട്ട് ആകാൻ മതി. ഇപ്പം മാർച്ചാണ്, ഇനിയിപ്പം ഏപ്രിലാണ്, മെയ് ആണ്. അപ്പോൾ 1 മന്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സ്റ്റേജ് 2 പ്രോസസ് സ്റ്റാർട്ടാകും. അഡ്മിറ്റ് കാർഡെല്ലാം വന്നു തുടങ്ങും. മെയ് ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങളുടെ സ്റ്റേജ് 2 സ്റ്റാർട്ടാകും. സ്റ്റേജ് 2 നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ഉണ്ട്. ആ ഒരു റിട്ടേൺ എക്സാമിൽ നിങ്ങൾ എത്ര മാർക്കാണോ സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റേജ് 2 നിങ്ങളവിടെ ചെല്ലുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ DV ആയിരിക്കും. DV എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് എല്ലാം ചെക്ക് ചെയ്യും. അതിനുശേഷം വരാൻ പോകുന്ന ഫിസിക്കലാണ്, PFT ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നിങ്ങൾ പാസ്സാകണം. ആ PFT ടെസ്റ്റ് പാസ്സായാൽ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് വരുന്നത് റിട്ടേൺ എക്സാമാണ്. ആ റിട്ടേൺ എക്സാം നിങ്ങൾ പാസ്സായാലേ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റത്തുള്ളൂ. ഇതിനിടയിൽ മെഡിക്കൽ എന്നൊരു പ്രോസസ്സും ഉണ്ട്. ക്ലിയർ ആയാലോ? അപ്പോൾ റിട്ടേൺ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇൻടേക്കിലേക്ക് സെലക്ഷൻ കിട്ടിയ എല്ലാ കുട്ടികളും ഇനി പഠിച്ചു തുടങ്ങുക. എല്ലാവരും ഉടനെ തന്നെ സൈറ്റ് ചെക്ക് ചെയ്യണം. എക്സാം എഴുതിയ എല്ലാ കുട്ടികളും. മനസ്സിലായി? പിന്നെ ഇന്ന് മുതലാണ് ഇന്ത്യൻ നേവിയുടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. നേവി SSRൻ്റെയും MRൻ്റെയും മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും 2026 2 ഇൻടേക്കിന് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. സൈറ്റ് ആൾറെഡി ജാമാണ്, നല്ലപോലെ ജാം ആയിരിക്കുകയാണ്, ഓപ്പൺ ആകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് വെയിറ്റ് ചെയ്യണം. രാത്രിയിലേക്ക് ഇരുന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നാളെ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേനാളൊന്ന് ചെക്ക് ചെയ്യണം. കേട്ടോ കുട്ടികളെ, ടൈം കിട്ടുമ്പോൾ ഉടനെ കയറി ചെക്ക് ചെയ്യണം. സൈറ്റ് നല്ല രീതിയിൽ ജാമായിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റ് ഒന്നും തന്നെ അറിയാൻ പറ്റുന്നില്ല ഇപ്പം ഇന്ത്യൻ ഇവിടെ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ. ക്ലിയർ? അപ്പോൾ സ്റ്റേജ് 2 സെലക്ട് ആയ എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ്. നല്ലപോലെ നിങ്ങൾ തയ്യാറെടുക്കുക. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി ഈ സ്റ്റേജ് 2 ഫുൾ പ്രിപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് ആണ്. ഈ നിങ്ങൾ
SSR എന്നൊരു ട്രേഡിലേക്ക് തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫീസ് 4000 ആണ്. MR ആണെന്നുണ്ടെങ്കിൽ 2500 ആണ്. ഇത് റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു കോഴ്സിനോടൊപ്പം എക്സ്ട്രാ ഫെസിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. മനസ്സിലായിട്ടില്ല? അതുകൊണ്ടാണ് ഇത്രയും ഫീസ് ഇവിടെ വരുന്നത്. റെക്കോർഡഡ് ക്ലാസ്സും കിട്ടും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതൊക്കെ കുട്ടികളാണോ 0-2026 ഇൻടേക്കിലേക്ക് ക്വാളിഫൈ ആയിരിക്കുന്നത്, ടൈം ഒട്ടും നിങ്ങൾ ലേറ്റ് ആക്കരുത്. ഉടനെ തന്നെ ടീം ഹാൻഡിലോട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും, റെക്കോർഡഡ് ആയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ നേടാൻ പറ്റുന്നതായിരിക്കും. 2026 തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ്ങിനും പോകാൻ പറ്റും. എപ്പോഴാണ് നിങ്ങൾ ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് നോക്കൂ. ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് 2026 ജൂലൈ 26 ക്ലിയർ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഇതേ രീതിയിൽ അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ? അപ്പോൾ കുട്ടികളെ ഫൈനലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. എല്ലാ തവണത്തെയും പറയുന്ന അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കേൾക്കുക, ശ്രദ്ധിക്കുക, ജോയിൻ ആവുക വാട്സപ്പ് ചാനൽ. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ ജോയിൻ ആവുക. എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് നമ്മുടെ അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറാണ്. നിങ്ങൾ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്, 2026 നേവി SSR MR മെഡിക്കൽ അസിസ്റ്റൻറ്റ് ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന് മുന്നേ നിങ്ങൾക്കൊരു വീഡിയോ ലഭിക്കുന്നതായിരിക്കും. ഫോം ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള. ക്ലിയർ? അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. വേറെ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.